എൻ്റെ മക്കളെ, നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥന പ്രവേശിക്കാം. കർത്താവേ, പരീക്ഷ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീണ്ടും ഓർക്കുകയാണ്. പരീക്ഷ തീരണ വരെ ഇനി പ്ലസ് ടുക്കാരുടെ പരീക്ഷ വരുന്നുണ്ട്, SLCക്കാരുടെ പരീക്ഷ ഉണ്ട്, ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. പരീക്ഷ ഉള്ളവർ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് അപ്പൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അവരെ തൊട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ, വിശ്വപ്രമാണം ചൊല്ലട്ടെ. അപ്പൻ അവരെ ആശംസിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഇതൊരു നല്ല ദിവസമാണ്. കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മക്കൾക്ക് അവകാശമാക്കാൻ നിൻ്റെ അഭിഷേകം ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകം, പുതിയ ദൈവാനുഭവം അവർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾ പഠിക്കുന്നതിനോട് കൂടുതൽ ലഘുവാകണം കർത്താവേ. എൻ്റെ ഭാരം ലഘുവാണെന്ന് നീ പറഞ്ഞതിൽ അഭിഷേകം കിട്ടിയ പഠനത്തിന് വേണ്ടി അഭിഷേകം കിട്ടിയാൽ എല്ലാ പാഠഭാഗങ്ങളും അവർക്ക് ലഘുവാകും ഈശോയെ. അതുകൊണ്ട് അവർ ഉറക്കമില്ലാതെ ഉറങ്ങുകയോ പഠിച്ചും അടുത്തിട്ട് തലേ കയറാതിരിക്കുന്ന പേര് ടയേർഡായിട്ട് ഉറങ്ങുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ എല്ലാ അവശതകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ചിന്തകളെ ഭരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കടകമ്പോളുകൾ നടത്തുന്നവരുണ്ട്. കുടുംബത്തിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചു വന്നാൽ ഇവിടെ പഠിപ്പിക്കുമെന്ന് ഓർത്തിട്ട് മാതാപിതാക്കന്മാരെ വെമ്പുന്നവരുണ്ട്. ഏത് മാർഗം അന്വേഷിക്കും, കുഞ്ഞുങ്ങളുടെ പഠനം അടഞ്ഞു പോകുമെന്നൊക്കെ പാവപ്പെട്ടവർ വിഷമിക്കുന്നവരുണ്ട്. സമൂഹത്തിൽ ഇടനിലക്കാരായിട്ടുള്ളവരുണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള ഒരു സഹായം ഒരിടത്തും ഇല്ലാത്ത മനുഷ്യരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ, ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഉപരിപഠനത്തിന് വിടാൻ ആവശ്യമായ അവരുടെ പ്രൊഫഷൻ, അവരുടെ അഭിരുചി അനുസരിച്ച് അവർ പഠിച്ച് മുന്നേറി സ്വന്തം കാലം നിൽക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഇപ്പം തന്നെ കർത്താവെ ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുന്ന കാലമാണ് ഈശോയെ. നോൻപ് തുടങ്ങിയാൽ പിന്നെ വിവാഹമില്ല. വിവാഹത്തിൻ്റെ അവസാന ദിവസങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കടങ്ങളിലൂടെ വിവാഹം നടത്തുന്നവരുണ്ട്, വലിയ സംഘർഷങ്ങളുടെ വിവാഹം നടത്തുന്നവരുണ്ട്. പലതല വിവാഹത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ ദൈവത്തെ മാറ്റി നിറച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, നോൻപ് വരെയുള്ള നടക്കുന്ന എല്ലാ അടിയന്തരങ്ങളെയും ഞങ്ങളുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. നോൻപിനും മാനസികമായിട്ട് നോൻപിനോട് ഉൾക്കൊള്ളുവാനും അതിനുവേണ്ടി ഇപ്പം തന്നെ ഒരുങ്ങുവാനും അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഫെബ്രുവരി മാർച്ച് 2, മാർച്ച് 3, 5 ഒക്കെ ആയിട്ടാണ് കർത്താവ് നോൻപുകൾ സഭകൾ ആരംഭിക്കുന്നത്. അവിടെയെല്ലാം കർത്താവ് നിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള ആയിരങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈശോയെ. അവരെല്ലാം അങ്ങ് പാകതയോടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തേടുന്ന കാലമാണ് നോൻപ് കാലം ഈശോയെ. അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ നോൻപിന് മുമ്പുള്ള എല്ലാ ദിവസങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മക്കള് പല കുടുംബങ്ങളും പണ്ട് ഭയങ്കര വിശുദ്ധിയോടും ഭയങ്കര പ്രാർത്ഥനയുന്ന കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഇന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്ത അനാഥമായി കുടുംബം പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. കേരളത്തിൽ 10,000-കണക്കിന് കുടുംബങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന ഈശോയെ. അതൊക്കെ വിറ്റുമാറ്റി കർത്താവെ, അവിടെയെല്ലാം അങ്ങയെ വെച്ച് ആരാധിച്ചിരുന്ന കുടുംബങ്ങൾ പോലും കർത്താവ് അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്ന കാഴ്ചയാണ് ഈശോയെ, ദുരന്ത കാഴ്ച. അതെല്ലാം കർത്താവ് ആ മേഖലയിൽ ആ വീട് വിട്ടുപോയവർക്ക് വിദേശത്തും വീടില്ലാതെ ഇരിക്കുന്ന അവസ്ഥയുമുണ്ട്. കർത്താവ് ആ വീടിനെ അവർക്ക് പണം ചിലവാക്കാനും അവർക്ക് ലോൺ സാങ്ഷനാകാത്ത അവസ്ഥയുണ്ട്. ലോൺ എടുത്തിട്ട് അവിടെയും കടം ഇവിടെയും കടമായിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. ഇങ്ങനെ എന്തെല്ലാം പുതിയ കാലത്തെ പുതിയ സങ്കടങ്ങളെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി കണ്ണീരോടെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ, ഓരോ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, എല്ലായിടത്തും കടന്നു ചെന്നുകൊണ്ട് എല്ലാവരെയും സന്ധിക്കാൻ ഈ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ശനിയാഴ്ച അമ്മയുടെ ദിവസം, അനുഗ്രഹത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് അവകാശമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കളെ, നമ്മളെ ഇന്ന് വായിക്കേണ്ടതേ സങ്കീർത്തനം 30:7 ഒന്ന് വായിച്ചേ. അങ്ങ് മുഖം മറച്ചപ്പോൾ. ദൈവത്തിന് അങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട് കണ്ട. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. അതെ, ചില സമയത്ത് നമുക്ക് പ്രസൻസ് ആബ്സെന്റ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ആബ്സെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടാതിരിക്കും. ഭയങ്കര നിർണായക നിമിഷങ്ങളൊക്കെ നമുക്ക് ഒരു ദൈവിക വെളിച്ചം കിട്ടാത്ത സമയങ്ങൾ കൊണ്ടാവും. ആദ്യം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സുഭാഷിതം 1:20 വായിച്ചേ. അപ്പോൾ അവർ എന്നെ വിളിക്കും. അപ്പോൾ അവർ എന്നെ വിളിക്കും. ഞാൻ വിളി കേൾക്കുകയില്ല. ഞാൻ മൈൻഡ് ചെയ്യത്തില്ലെന്ന്, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും. ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കും. കണ്ടെത്തുകയില്ല. പിന്നെ നെഗറ്റീവ്സ് ഒത്തിരി ഉണ്ട്. പ്രാർത്ഥന ഒത്തിരി റിജക്ഷൻ റേറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയാം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും ധരിക്കരുത്. ഇപ്പോൾ ഇത് പള്ളിപ്രസംഗമൊന്നുമല്ലേ, കാഷ്വൽ ടോക്സാണ്. കാഷ്വൽ ടോക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ, അതായത് നമ്മളെ ചില സ്ഥലത്തൊക്കെ വിടുമ്പോൾ അവർ പറയരുത്, അയ്യോ ആ രാജ്യത്ത് പോകാൻ പറ്റിയില്ല, അവിടെ അവിടെ ഭയങ്കര റിജക്ഷൻ, വിസയ്ക്ക് ഭയങ്കര റിജക്ഷൻ റേറ്റാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് റിജക്ഷൻ്റെ കൂടുതലാണെന്നാണ് പറയണത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഈ സംഭവം വരും. അതായത് പ്രാർത്ഥനയ്ക്ക് റിജക്ഷൻ റേറ്റ് കൂടും. അത് പ്രാർത്ഥനയുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലല്ല. ശബ്ദം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നാക്കിങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യണം. പിന്നെ ശബ്ദമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ല വേറെ എന്താ. ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നിങ്ങൾ പറയും വിശ്വാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവ് ഏക്കണ്ടേ. ഒരുമാതിരിപ്പെട്ട ഈ വിശ്വാസമൊക്കെ എടുക്കാത്ത നാണയം പോലെയാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അതെന്താ കാര്യം, അതായത് ഇപ്പോൾ ഇന്നലത്തെ തന്നെ നമ്മൾ വായിച്ചില്ലേ 25:15-22 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? ഓ വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് സോ ഗ്രേറ്റ്. അപ്പോൾ ആദ്യം റിജക്ഷൻ അല്ലായിരുന്നു അത്, മിണ്ടിയില്ലല്ലോ. 15:22 മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് മിണ്ടിയില്ലെന്നല്ലേ പറയണത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്ന ആ വിഷയം റിജക്ഷനാണത്. അതിൻ്റെ കാര്യം ഫെയ്ത്ത് ഗ്രേറ്റ് അല്ലാത്ത കൊണ്ടാണ്. ഇപ്പം ഒരുമാതിരിപ്പെട്ടെങ്കിൽ അലങ്കോലപ്പെട്ട വിശ്വാസമില്ലേ, അതും ശരി ഇതും ശരി എന്നൊക്കെ പറഞ്ഞുള്ള വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അസുഖക്കാരുടെ എണ്ണം കൂടുതലാണിപ്പോൾ. അതും ശരി ഇതും ശരി. അപ്പോൾ അവർക്ക് ഒരു ഗിപ്പില്ല ദൈവത്തിലെ. അപ്പം അതുകൊണ്ട് തന്നെ റിജക്ഷൻ റേറ്റ് കൂടും. പക്ഷെ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം റിജക്ഷൻ റേറ്റ് കുറവാണ്.
ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യത്തിൽ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. അതാ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രാർത്ഥന മാത്രമല്ലേ ഉള്ളത്. പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് അവൻ പറയണ പോലെ ചെയ്യല്ലേ, ചൊല്ലുക മാത്രമല്ല ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട്, വിശ്വാസം പ്രയോഗിക്കുന്നുണ്ട്, വിശ്വാസം പ്രാർത്ഥനയായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് റിജക്ഷൻ റേറ്റ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയ്ക്ക് ചിലർ പറയല്ലേ ഇൻഷുറൻസ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ചില വിഷയത്തിൽ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊരു വീഡിയോ കണ്ടപ്പോഴേ അതിൻ്റെ അകത്ത് അജിയോപ്ലാസ്റ്റോ അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇടുന്ന ഹൃദയത്തിന്, അപ്പം അതിൻ്റെ അകത്ത് ഇൻഷുർ ചെയ്യുന്നവരുണ്ട്. സർക്കാർ ആശുപത്രിയൊക്കെ ഇൻഷുർ ചെയ്യുന്നതാണ് പറയണത്. ചില ആശുപത്രി ഇൻഷുർ ചെയ്യത്തില്ല, പുറത്തുള്ള ആശുപത്രികളിലൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് അതിൻ്റെ കേടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിനെ പൈസ മുടക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ഇൻഷുർ ഒരു വിഷയമാണ്. ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം വിഷയം, ഉടമ്പടി നമ്മൾ കറക്റ്റായിട്ട് അവൻ പറയണ പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് കാര്യം ബൈബിളിനെ തന്നെ വിളിക്കണത് ഉടമ്പടി ബുക്ക് എന്നല്ലേ വിളിക്കണത്, ബൈബിളിനെ തന്നെ വിളിക്കണത്. അപ്പോൾ ദൈവം സത്യസന്ധനായിരുന്നാലും ഇപ്പോൾ ഒരു വചനമില്ലേ, എന്താണ് 2 തിമോത്തി 2:13 വചനമുണ്ട്. അതായത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അതൊന്ന് വായിച്ചത്. നാം അവിശ്വസ്തരായിരുന്നാലും അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കാൻ അവന് സാധ്യമല്ല. അതാണ്. അതായത് ഉടമ്പടി അല്പം നമ്മൾ ഉഴപ്പിപ്പോയാലും ദാറ്റ് ഈസ് ഇൻഷുർഡ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിശ്വസ്തതയിലല്ല അത് റിലേ ചെയ്യണത്, ദൈവത്തിൻ്റെ വിശ്വാസ്യതയിലാണ്. കാര്യം തന്നെ നിഷേധിക്കാൻ അവന് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ പ്രെയറിന് റിജക്ഷൻ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതിന് ഗ്രൗണ്ട് ഈശ്വരല്ല. മറ്റത് ഉടമ്പടിയാണ്. ഞാൻ ഉടമ്പടി പ്രകാരം ജീവിക്കാമെന്ന് പറയുകയാണ്. അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത്. അവൻ പറയണ പോലെ, അമ്മ അതല്ലേ പറഞ്ഞത്, അവൻ പറയണ പോലെ ചെയ്യുക. അവൻ പറയണ പോലെ ചെയ്യണ ആ ഒരു പ്രത്യേക ഒക്കേഷന് വേണ്ടി ഉള്ളതല്ലല്ലോ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോയി ഇതിൽ നിറവേറട്ടെ എന്നുള്ള മരിയൻ സ്പിരിച്വാലിറ്റിയുടെ ആ ബേസിലാണ് അമ്മ സംസാരിക്കുന്നത്. അമ്മ ആദ്യമേ ഇതിനു മുമ്പും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് പറഞ്ഞത്, എല്ലാം മാറ്റി പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അമ്മ പറയണത് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ പറയണത് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. അതായത് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ വചനം നിറവേറട്ടെന്നാണ്. അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തുള്ളത് എന്താണ്? വാഗ്ദാനം. അമ്മ എന്താ കൊടുത്തിരിക്കുന്നത്? അമ്മ നിബന്ധനയായിട്ട് ആ വാഗ്ദാനത്തെ അഡ്ഹിയർ ചെയ്യണം. അപ്പം അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ബേസിലാണ് കാനായിലെ കല്യാണത്തിൽ എനിക്ക് നിനക്ക് എൻ്റെ സമയവും സമാധാനമായിട്ട് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഈ ഉടമ്പടി, ആ വിഷയം ഉടമ്പടിയുടെ സബ്ജക്റ്റിൻ്റെ പരിധി കൊണ്ടുവരും. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാൻ പറയും. അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാവുന്നതാണല്ല പരിശുദ്ധയുടെ മാധ്യസ്ഥത നമ്മൾ ഈശോൻ്റെ അടുത്ത് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത്. അപ്പോഴെന്ത് പറ്റും? അത് ഇൻഷോർഡാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ഉടമ്പടി എടുത്തിട്ടുള്ളവർ പരമാവധി വിശ്വസ്തയോട് ജീവിച്ചുകൊണ്ട് അവരുടെ ദൈവതിരുസന്നിധിയിൽ അവർ വലിയൊരു ജീവിത രീതിയാണ് ഫോളോ ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സുമറാണിയുടെ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാക്ഷ്യമാണ്. സുമറാണിക്ക് 7 വർഷമായിട്ട് മക്കളില്ല. അവൾ ഹാമിൽട്ടണിൽ കാനഡയിൽ സെറ്റിൽഡാണ്. പക്ഷെ അവിടുത്തെ എല്ലാ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മക്കളില്ല. പക്ഷെ സുമറാണിയുടെ ദൈവസ്നേഹം ഭയങ്കരമാണ്. എന്നെ പറയണമെന്ന് പറയും. അവൾ ഭർത്താവ് പറയണേ, നാട്ടിൽ പോകും, നമ്മൾ ഉടമ്പടി എടുക്കും. പക്ഷേ ഉടമ്പടി എടുത്തിട്ട് മക്കളെ കിട്ടിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവ് തോന്നരുത്. കാര്യം എന്താണ്? നമ്മൾ മക്കളെ കിട്ടാൻ വേണ്ടി അല്ല ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയുടെ ജീവിതം നയിക്കാനാണെന്ന്. അയ്യോ, എന്നാ ഈ കാലത്തെ മനുഷ്യൻ്റെ ഒരു സാക്ഷരത!
ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉടമ്പടി ജീവിതം നയിക്കാനാണെന്ന്. അതൊരു സന്തോഷത്തോടെയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നത്. ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. അതാത് ശരിക്കും സുവിശേഷപരമായിട്ട് വാഗ്ദാന പ്രകാരം ഈശോയുടെയാണ്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഉടമ്പടി ജീവിതമായിട്ട് മാറ്റുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മളിന്ന് ഉടമ്പടി ധ്യാനത്തിൽ പരിശോധിക്കുന്നത് ഉടമ്പടി ഉറപ്പിക്കുന്ന വിധങ്ങളെക്കുറിച്ചാണ്. ഉടമ്പടി എവിടെയാണ് നമ്മൾ പല ആൾക്കാർക്കും ഒന്ന് പുതുക്കിയിട്ടും ഒരു ഉടമ്പടി ഉറച്ച ഒരു ലക്ഷണമില്ല. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്ക് ഉടമ്പടി ഉറക്കണില്ല. അതെന്തുകൊണ്ടാണ് ഉടമ്പടി ഉറക്കാത്തത്? ഉടമ്പടി ഉറപ്പിക്കലെന്ന് ഇപ്പം നമ്മൾ ഈ കല്യാണം ഉറപ്പിക്കലില്ലേ, ഉടമ്പടി ഒരു കല്യാണമാണല്ലോ അല്ലേ? ദൈവമായിട്ട് നമ്മളൊരു ഭയങ്കര അമീക്കബിളായിട്ടുള്ള പേഴ്സണൽ റിലേഷനിലേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ ഇത് ബയലാറ്ററൽ എഗ്രിമെൻ്റ് ആയതുകൊണ്ട് ഉഭയകക്ഷിയാണ്, രണ്ട് കക്ഷികളുണ്ട്, ഒന്ന് നമ്മൾ ഒന്ന് ദൈവമാണ്. ഇപ്പോൾ കല്യാണം ഉറപ്പിക്കണ പോലെ തന്നെയാണ് ഉടമ്പടി ഉറപ്പിക്കലുണ്ട്. ആ ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്നാണ്. കർത്താവ് നമ്മൾ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-24 വാക്യം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 വാക്യം. ശ്രുതികട ഹല്ലേലൂയ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും പറഞ്ഞ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പൊ രണ്ട് കാര്യമാണ് ഉടമ്പടി എടുക്കുന്നവർക്ക് ഈശോ കൊടുത്തിരിക്കുന്ന രണ്ട് ഫീച്ചേഴ്സാണ്. എന്താ ഒരു കാര്യം എന്താണ്? അയാൾ ഉടമ്പടി എടുക്കുന്ന വിവേകമാണെന്ന്. ഒരു മനുഷ്യന് വിവേകമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഒന്നിന് വായിച്ച് 7:24 മത്തായി ശ്ലീഹ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പോൾ അവൻ പറയണ പോലെ ചെയ്യുന്നതാണല്ലോ ഉടമ്പടി അല്ലേ? യോഹന്നാൻ 2:5 നിന്നാണ് ഉടമ്പടി ബേസ്മെന്റ്. അവൻ പറയുന്നത് പോലെ ചെയ്യുന്നത് എന്താണെന്നാണ് ഈശോ പറയണത്. ആ യോഹന്നാൻ 2:5 ഈസിക്കൽ ടു മത്തായി 7:24 എന്നാണ് പറയണത്. എന്താണ്? എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ പാറയെന്ന് പറഞ്ഞാൽ എന്താണ്? 18:2 സങ്കീർത്തനം 18:2 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. സങ്കീർത്തനം 2-ാം തിരുവചനം. സങ്കീർത്തനം 18:2. അതെ, അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്ന് പറഞ്ഞ് അങ്ങാണ് എൻ്റെ രക്ഷയുടെ പാറയും കോട്ടയും ശിലയും. പാറാണ് പാറ, ദൈവമാണ് പാറ. ദൈവമാകുന്ന പാറമേൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിത ഭവനം പണിയാൻ പറ്റണത്? അത് 18
സങ്കീർത്തനം 18:2 ദൈവമാണ് പാറ, അല്ലേ? ഈ പാറമേൽ ഭവനം പണിയണതാണ് നമ്മളുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. എന്താണ്? യോഹന്നാൻ 2:5 അനുസരിച്ച് അവൻ പറയണ പോലെ ചെയ്യണത്. അത് എന്തിന് സമമാണ്? അത് മത്തായി 7:24 സമമാണ്. എന്താണത്? എൻ്റെ ഈ വചനം കേൾക്കുകയും പറഞ്ഞേ എന്റെ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ദൈവത്തിന്റെ അടിസ്ഥാനത്തിലെ ജീവിത ഭവനം പണി ചെയ്യുന്ന വിവേകിയായ മനുഷ്യന് തുല്യനാണ്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യത്തിൽ നമ്മൾ വളരെ നിശ്ചയമുള്ളവരായിരിക്കണം. വിഷയമല്ല വിഷയം, വചനമാണ് വിഷയം. പറഞ്ഞു മനസ്സിലായ? ഉടമ്പടിയിലെ വിഷയമല്ല വിഷയം, പിന്നെന്താണ്? വചനമാണ് വിഷയം. വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജെട്ട് നടപടി, അല്ലേ? അല്ലെങ്കിൽ കല്യാണം ഒത്തുവരണില്ല, PR കിട്ടണില്ല, പെൻഷൻ കിട്ടിയിട്ടില്ല, അതാണ് വിഷയം. ഇപ്പം അച്ഛനെന്താ പറഞ്ഞത്? വിഷയമല്ല വിഷയം, വചനമാണ് വിഷയമെന്ന്. എന്താ വിഷയം? ഈ വിഷയം ഒരു വിഷയമല്ല. എന്താണ് വിഷയം? ഉടമ്പടി പ്രകാരം വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവാണ് മറ്റ് സെറ്റ് ചെയ്യണത്. അത് മെറിറ്റിലല്ല, നോട്ട് ബൈ മെറിറ്റിലാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പല വിഷയങ്ങളും സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്താണ് സത്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആരോട് ചോദിക്കുന്നുണ്ട്? പീലാത്തോസ് ഈശോനോട് ചോദിക്കും. ഈശോ തൽക്കാലം അയാളോടത് പറയുന്നില്ല. എന്താ കാര്യം? അയാളോട് സത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈശോ മൗനം പാലിച്ചത്. ഈശോ പീലാത്തോസ് ഈശോയോട് ചോദിക്കണില്ലേ, വാട്ട് ഈസ് ട്രൂത്ത്? ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന ആളാണെന്ന് ഈശോ പറയുമ്പോൾ പീലാത്തോസ് ഈശോയോട് എന്തു പറയും? ചോദിക്കും, വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? ഈശോ അവിടെ മിണ്ടണില്ല. പരിശുദ്ധാത്മാവ് ഈ ഭാഗം എഴുതുമ്പോൾ യോഹന്നാനെ വ്യാഖ്യാനിച്ചു കൊടുക്കും, യുവർ വേർഡ് ഈസ് ദ ട്രൂത്ത്. അങ്ങയുടെ വചനമാണല്ലോ സത്യം. അപ്പോൾ വചനമാണ് സത്യം. ആ സത്യം ആരോടാ പറയണത്? ആ വചനം പാലിക്കാൻ സന്മനസ്സും തുറവിയും ഉള്ളവരോടാ പറയണത്. എല്ലാവരോടും പറയത്തില്ല. അതുകൊണ്ടാണ് പറയണത് പുറത്തുള്ളവർക്ക് അത് ഉപമകളിലൂടെ പറയുന്നുവെന്ന്. തനിച്ചാകുമ്പോൾ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. ഹല്ലേലൂയ. മർക്കോസ് 4:11. മർക്കോസ് 4:11. അവൻ പറഞ്ഞു ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. വചനം സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും. ഇപ്പൊ പുറത്തുള്ള പീലാത്തോസ് എവിടെയുള്ള ആളായി? പുറത്തുള്ള ആളായി. അതുകൊണ്ടാണ് അയാളോട് മിണ്ടാതിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് വചനം ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ ദൈവം നിങ്ങളോട് മിണ്ടത്തില്ല. ആ വിഷയം വിട്ടുപിടിക്കാൻ പറയും. ഇപ്പം എന്താ വന്നത്? മകളെ കെട്ടിച്ചില്ല, കെട്ടിച്ച് വണ്ടി വിട്ടേക്കാൻ പറയും. കെട്ടിച്ചെന്നേക്കാൻ വണ്ടി വിട്ടേക്കാൻ പറയും. ദൈവിക കാര്യങ്ങൾ സംസാരിക്കത്തില്ല. ആ മിണ്ടിയില്ലെന്നല്ലേ? കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ അകത്തൊരു ഭാഗമാണ് മിണ്ടാത്തത്. ഇപ്പം അതായത് വചനം സ്വീകരിക്കാൻ തയ്യാറുള്ളവരോട് അവൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. വചനമൊന്നും വേണ്ട, എനിക്ക് മകളെ കെട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മകളെയും കെട്ടിച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഫയൽ ക്ലോസ് ചെയ്ത് കളയും. എന്താ കാര്യം? അപ്പം നമ്മളാരാകും? പുറത്തുള്ളവരാകും. വചനത്തിൻ്റെ മുമ്പിൽ എപ്പോഴും പുറത്തും അകത്തും ഉള്ളവരുണ്ടാകും. പുറത്തുള്ളവരോട് വചനത്തിൻ്റെ പൊരുളിനെ കുറിച്ച് മിണ്ടത്തില്ല. കാര്യം എന്താണ്? അവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും മനസ്സിലാക്കാതിരിക്കാനും. ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ.
മത്തായി 13:13. മത്തായി 13:13. അതുകൊണ്ടാണ് ഏറ്റുപറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. അപ്പൊ കേൾക്കാൻ ചെവിയുള്ളവരുണ്ട്, ചെവി ഇല്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഈ സംഭവം ഈ മൈക്ക് പോലെ ഇരിപ്പുന്നുണ്ടെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യത്തില്ല ചില ആൾക്കാർക്ക്. വചനപ്പൊട്ടന്മാരെന്ന് പറയും. വചനം സ്വീകരിക്കുന്നതിൽ പൊട്ടുള്ളവർ, വചനപ്പൊട്ടന്മാർ. ഇയാളൊരു വചനപ്പൊട്ടനാണ്. ആരാണ്? പിലാത്തോസ്. അതുകൊണ്ടാണ് മിണ്ടിയില്ല. ഈശോ ഈ വിഷയം എപ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കർത്താവുമായിട്ട് വരുമ്പോൾ ക്യാഷ് ആൻഡ് കൈൻഡ് മാത്രം നമ്മൾ എന്നും അത് തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ളവരാകും. പുറത്തുള്ളവർ പറയും, ഈശോ പറയും, മക്കൾക്ക് മിണ്ടാത്തത് എന്താണ് നീ എന്ന് കർത്താവിനോട്ടിരിക്കുക അപ്പോസ്തലന്മാർ ചോദിച്ചു. വൈ ആർ യു നോട്ട് ടോക്കിങ്? അപ്പോസ്തലന്മാർ ചോദിച്ചു. അവളെ പറഞ്ഞു വിടാൻ കാനംകാരിയില്ലേ, കാനംകാരിയുടെ ഒരു സെക്ഷൻ ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. 15:23 മത്തായി 15:23 എടുത്തേ. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. മത്തായി 15:23 കണ്ടില്ലേ? എന്നാൽ പറഞ്ഞേ, അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. എന്താ കാര്യം? സിറ്റുവേഷൻ എന്താ? കാനംകാരി അല്ലെങ്കിൽ സീറോ ഫിനീഷ്യസ് എന്ന് മർക്കോസ് പറയുന്ന ഈ കക്ഷി, അവര് വചനത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള ആളല്ല. അവൾക്ക് വചനം കേൾക്കേണ്ട ആവശ്യമില്ല. അവളുടെ മകൾക്ക് പിശാച് ബാധയാണ്, അതൊന്ന് ഒഴിപ്പിച്ച് കിട്ടിയാൽ മതി. കാര്യം ഒന്ന് കണ്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം കാണാൻ വേണ്ടി പോലും കരഞ്ഞ് കാല് പിടിച്ച് പുറകെ നടക്കുകയും കാനംകാരിയുടെ അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഇവള് പറയും, ഇവള് വന്ന് യേശുവിനോട് പറയും, കാര്യം കാണാൻ വേണ്ടി കരഞ്ഞ് കാല് പിടിച്ച് നടക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ കുറേ ഐറ്റം ആൾക്കാരുണ്ട്. അവരായി സീറോ ഫിനിഷ സ്ത്രീയെക്കുറിച്ച് പോലും അതുപോലെ തന്നെ കാനംകാരിയെപ്പോലെയാണ് ഈശോ ബ്രാൻഡ് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ അവൻ മിണ്ടിയില്ലെന്ന് പറയും, അവൻ സംസാരിച്ചില്ല. എന്താ കാര്യം? പിലാത്തോസിനോട് അവൻ മിണ്ടിയില്ല, കാനംകാരിയോട് അവൻ മിണ്ടിയില്ല. കാര്യം എന്താണ്? അത് പുറത്തുള്ളതാണെന്ന്, കേട്ടിട്ട് കാര്യമില്ലെന്ന്, കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. അവർ മാനസാന്തരത്തിലേക്കും രക്ഷാനുഭവത്തിലേക്കും വരുന്നില്ല. എന്നും വയറ്റിപ്പഴുപ്പ് മാത്രമേ അവരുടെ പ്രശ്നമുള്ളൂ. എന്തെങ്കിലും വയറ്റിപ്പഴുപ്പ് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന് വേണ്ട, യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം മതി. അങ്ങനെ ഒരു ഐറ്റം ആൾക്കാരുണ്ട്. ക്രിസ്തുവിനെ വേണ്ട, നിത്യരക്ഷ വേണ്ട, ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം മതി. അതാണ് കാനംകാരി എന്ന് പറയുന്നത്. അവരോട് വചനത്തിൻ്റെ പൊരുൾ പറയത്തില്ല. കിട്ടിയ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കൊള്ളാൻ പറയും. കിട്ടിയ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകും, നമ്മളുള്ള ബിസിനസ് അവസാനിക്കുകയാണെന്ന് പറയും. അപ്പോൾ അപ്പോസ്തലന്മാർ ഈശോ മിണ്ടാതെ നടക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ അടുത്ത് ഇവിടെ ചെല്ലും. ഇവിടെ ചെന്നിട്ട് പറയും, ഗുരു മിണ്ടണില്ല, എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കാറായി, എന്നിട്ട് ഒരു അടയാളമില്ല, ഗുരു മിണ്ടണില്ല. അതാണ് സംഭവം. മിണ്ടാത്ത സിറ്റുവേഷൻ ഉണ്ടേ. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളിപ്പോൾ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ എന്താ കാര്യം? എന്താ? ചിലപ്പോൾ അച്ഛനെ കണ്ടാലും നടക്കത്തില്ല. എന്താ കാര്യം? ഗുരു മിണ്ടണില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? ഗുരുവിനറിയാം ഈ കാര്യം കണ്ടാൽ പിന്നെ ഇവളെ രാവിലെ പോലും എഴുന്നേക്കത്തില്ലെന്നറിയാം. അതാണ് പ്രശ്നം. ഗുരുവിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ഇവൾ ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യക്ഷ പ്രാർത്ഥനയും ഇല്ല, രാവിലെ പോലും എഴുന്നേക്കത്തുമില്ല, ഈ കണ്ട യാതൊരു പരിപാടികളും ഇല്ലെന്നറിയാം. ദൈവത്തെ നിങ്ങൾ അറിയാവുന്ന കൊണ്ട് മിണ്ടാതിരിക്കാം. അപ്പോൾ എന്ത് പറ്റണം? നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തൊരു വിഷയമായത് കൊണ്ടാണ് ദൈവം മിണ്ടാത്തത്. അതിന് അവളെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് എന്താ സ്റ്റെപ്പ് എടുത്തിരിക്കണത്? അപ്പോസ്തലന്മാരെ കൂട്ടുപിടിച്ചു. നമ്മളിപ്പോൾ അത് തന്നെയാണ് ചെയ്തിരിക്കണത്. മാതാവിൻ്റെ അടുത്ത് അപേക്ഷ വെക്കുന്നു, എന്നിട്ടും ഉടമ്പടി ഒന്ന് പുതുക്കിയിട്ട് അതിന് മൂവ്മെൻ്റ് ഇല്ല. എന്നാൽ പിന്നെ അച്ഛനെ കണ്ടേക്കാമെന്ന് വിചാരിക്കുന്നു. അച്ഛനെ കണ്ടു. ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സംസാരിക്കത്തില്ല. മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം പറയും, അല്ലെന്നുണ്ടെങ്കിൽ ഈ വിഷയം സബ്ജക്റ്റ് വൈസ് മാതാവിൻ്റെ ദിവസം ഏൽപ്പിച്ചിട്ട് ആ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്കും കൊടുത്തിട്ട് ജപ്തി നടപടിയുടെ ആധാരം നിങ്ങളുടെ കയ്യിൽ തരും.
അല്ലെങ്കിൽ മരുന്ന് ചീട്ട് നിങ്ങളുടെ തരും, അല്ലെങ്കിൽ ആളില്ലെങ്കിൽ ആളിൻ്റെ ഫോട്ടോ പ്രാർത്ഥന നിങ്ങളുടെ തരും. എന്താ കാര്യം? ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ചെയ്യാനുള്ളത് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഈ അഭ്യാസം കൊണ്ട് സംഭവം നടക്കത്തില്ല. മര്യാദയ്ക്ക് ഉടമ്പടി ജീവിക്കണമെന്ന്.